നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പറ്റില്ലാന്ന് പറയാനാണ് ഉദ്ദേശമെങ്കിൽ ഇത്രയും കാലം ഇവിടെ നിന്ന് തിന്ന വറ്റിന്റെ കണക്കെങ്കിലും മനസ്സിൽ കൂട്ടി നോക്കണം. അതിന്റെ നന്ദി കാണിക്കാൻ ശ്രമിക്കണം. മര്യാദയ്ക്ക് ആ ഫോൺ എടുത്ത് സംവിധായകനെ വിളിച്ചു പറ. ചേച്ചി എന്തിനാ ഇത്ര ആലോചിക്കട്ടെ? ചേച്ചി ഈ അവസരം വേണ്ടെന്ന് വെച്ചാ അയാള് പിന്നെ എന്നെ നായികയാക്കൂ. പറമോളെ, അച്ഛൻ എന്നോട് പൊറുക്കണം. ഈ കുടുംബത്തിനും ഇവിടെയുള്ളവരുടെ നന്മയ്ക്കും വേണ്ടിയല്ലാതെ ഞാൻ ഇന്ന് വരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പൊ ഞാനത് തീരുമാനിച്ചതും ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതെപ്പോഴെങ്കിലും അച്ഛന് മനസ്സിലാവും. ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മയുടെ വാക്ക് തട്ടിക്കളയാത്ത മോള്. അച്ഛൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ മാത്രം നടക്കുന്ന മോള്. പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അവക്ക് സൗകര്യം ഇല്ലാന്ന്. തൃപ്തിയായില്ലേ ദേവാ നിനക്ക്? തൃപ്തിയായില്ലേന്ന്? ചേച്ചി അഭിനയിക്കില്ല അച്ഛാ. ഒരാള് ചത്ത് കിടക്കുന്ന വീട്ടിൽ നിന്ന് മറ്റൊരാൾക്ക് അഭിനയിക്കാൻ പോകാൻ പറ്റില്ലല്ലോ. ചാവുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളർത്തി വലുതാക്കി അവള് നിങ്ങൾക്ക് ജനിച്ച കുഞ്ഞിന്റെ ജീവൻ എടുക്കുമെന്ന്. അതാ ഇപ്പൊ ഇവിടെ നടക്കാൻ പോന്നെ. രാധികമോള് നമ്മളെ നിഷേധിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവളുടെ കാര്യത്തിലെങ്കിലും കണക്കൂട്ടലുകളൊന്നും തെറ്റിപ്പോയിട്ടില്ലെന്നാണ് ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്നു. ആ ഒരു വിശ്വാസം ഇനി വേണ്ട. ആദ്യമായിട്ടാ അച്ഛൻ്റെ അമ്മയുടെ വാക്കുകൾ ഞാൻ തട്ടിക്കളയുന്നത്. അവരൊരുപാട് വേദനിക്കും. പക്ഷെ വാക്ക് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ വാക്ക് കൊടുത്താല് അത് പ്രിയം വരണോ ഒന്നിച്ചുള്ള ജീവിതത്തിന്റെ അവസാനമായിരിക്കും. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലല്ലോ ദൈവമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.